നമസ്കാരം. പതിരും കതിരും. അസ്പൃസ്ഥാനാം ഹൃദയസ്ഥന്തിം പ്രവൃത്തിന്മുഖരെ നുണയന്തിം. പ്രവൃത്തിക്ക് ചേരാത്ത നുണ പറയാൻ തന്നെ പ്രേരിപ്പിച്ച കാര്യസ്ഥൻ കേശവൻ നായരോട് നന്ദനത്തിലെ കുമ്പിടി ചൊല്ലുന്ന ഒരു ശ്ലോകമാണിത്. അടിമുടി കള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന പാലാരിവട്ടം ശശിയാണ് ഒരത്യാവശ്യത്തിനൊരു കള്ളം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ സത്യസന്ധൻ ചമഞ്ഞത്. അത് കേട്ട് കേശവൻ നായർ കോപത്തോടെ കാല് പൊക്കിക്കൊണ്ട് പറഞ്ഞു, ദേ മുട്ടുകാല് കയറ്റി ഒന്ന് തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കൂ, അന്നു മതിയടാ എനിക്ക് ഈ കാല്. ഇങ്ങനെ പ്രവൃത്തിന്മുഖരെ നുണയന്തിയുമായി വോട്ട് പിടിച്ച CPM-കാരോട് പാലക്കാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാകും, ദേ മുട്ടുകാല് കയറ്റി ഒന്ന് തന്നാലുണ്ടല്ലോ, അടുത്ത രഥോത്സവത്തിന് പിന്നെ കാലെടുക്കൂ, അന്നു മതിയടാ പിന്നെ ഞങ്ങൾക്ക് ഈ കാല്. ചെറുകിട ഉടായ്പകളിൽ തുടങ്ങി വ്യാജത്തിലൂടെ വളർന്ന് വർഗീയത കൊണ്ട് അവസാനിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് കുമ്പിടികൾക്ക് ഇനി ഒരു രാത്രി കൂടി സ്വപ്നം കണ്ടു മയങ്ങാം. കാറ്റടിച്ചാൽ തീരും തോട്ടക്കാരൻ്റെ വാഴ്ച. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ കാത്തിരിക്കുന്നവർ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പേ വെച്ചുവാണിഭമെല്ലാം അവസാനിപ്പിച്ച് സ്ഥലം കാലിയാക്കും. നിസാരമൊരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ മാരകമായ സകല ആയുധങ്ങളും പ്രയോഗിച്ചവർ ഇതിലും വലുത് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യും. ഇലക്ഷൻ്റെ തലേന്ന് പുതിയൊരു വാഗ്ദാനവുമായിട്ടാണ് സരിൻ ബ്രോ നേരം വെളുപ്പിച്ചത്. സ്പോർട്സിനൊരു പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു രാത്രി മുഴുവൻ അദ്ദേഹം. ജയിക്കും ജോസഫും ഓടിയ കണ്ടത്തിലൂടെ ഓടാനായിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ. ലക്ഷണശാസ്ത്രം വെച്ച് നോക്കിയാൽ സരിന് വലിയ ഭാവിയാണ് കാണുന്നത്. പിണറായി വിജയൻ കൈപിടിച്ചു പൊക്കിയവരിൽ ആരാണ് ഗുണം പിടിക്കാത്തത്? കൊട്ടിക്കലാശത്തിന് ക്രെയിനിൽ കയറ്റി ആകാശം മുട്ടിച്ച സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ച ചരിത്രമാണ് ഇന്നോളം ഇലക്ഷൻ കമ്മീഷനും നമ്മോട് പറയാനുള്ളത്. സരിനു വേണ്ടി വോട്ട് പിടിക്കാൻ വന്ന സത്യാനന്തര കാലത്തെ കുമാരൻ്റെ ഒരൊറ്റ പ്രസംഗം മതി സരിൻ ജയിക്കാൻ. ഡോക്ടറുടെ ആയുധം സ്റ്റെതസ്കോപ്പാണത്രേ. ആ കുഴൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ജനങ്ങളുടെ ഹൃദയസ്പന്ദനം തൊട്ടറിയാൻ. വ്യാജന്മാർക്ക് അതിന് കഴിയില്ല പോലും. അല്ല സ്വരാജെ, നിങ്ങളുടെ AKG സെൻറ്ററിൻ്റെ തട്ടിൻപുറത്ത് തുരുമ്പിച്ച് കിടക്കുന്ന അരിവാളിനും ചുറ്റികയ്ക്കും പഴയ പോലെ ജനങ്ങളുടെ സ്പന്ദനം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്താണ്? ഭദ്രം ഉറയിൽ ഉറങ്ങട്ടെ മിന്നുന്ന ഖഡ്ഗം മഞ്ഞിൽ തുരുമ്പെടുക്കും എന്ന് കാതികൻ സാംബശിവൻ പരിഭാഷപ്പെടുത്തിയതുപോലെ ആയല്ലോ അരിവാളിൻ്റെ അവസ്ഥ. അത് അവിടെയെങ്ങാനും ഭദ്രമായി ഒരു ഭാഗത്തിരിക്കട്ടെ. പുറത്തെടുത്താൽ മാർക്സിസം മരവിച്ച കാലാവസ്ഥയിൽ തുരുമ്പെടുത്തു പോകും. അല്ലയോ കുമാര, വ്യാജനോട് മുട്ടാൻ ചങ്കുറപ്പുള്ള വിപ്ലവകാരികളെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ? പാർട്ടിയുടെ മുട്ടൻ തോൽവികൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണോ ആ വസീഫിനെ? സരിൻ്റെ കൈപിടിച്ചു പൊക്കാൻ വന്ന പിണറായി പറഞ്ഞത് പാലക്കാട് പിടിക്കാൻ മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണ് സരിനെന്നാണ്. ആ സരിനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കുക. ആ മുടുമുടുക്കനെ ഇന്നാ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് പാലക്കാട്ടുകാർ നീക്കി തള്ളി അങ്ങ് തരും ശനിയാഴ്ച. കൊണ്ടുപോയി AKG സെൻറ്ററിൻ്റെ പരണത്തിരുത്തി സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ട് കൊടുക്കണം. സിറാജിലും സുപ്രഭാതത്തിലും CPM കൊടുത്ത പരസ്യം കണ്ടാൽ മത്സരിക്കുന്നത് സന്ദീപ് വാര്യരാണെന്ന് തോന്നും. കാക്കി നിക്കറും തൊപ്പിയും വെച്ചുള്ള സന്ദീപിൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ എന്തൊരു ഹരമാണ്. പരസ്യം ഫലം കണ്ടാൽ ജോ തരംഗം പോലെ, ജയിക്ക് തരംഗം പോലെ സരിൻ തരംഗം ഉണ്ടാകും. മേലത്തെ നില ഹൈവേ, താഴെ മെട്രോ, അങ്ങ് കീഴത്തെ നില വാട്ടർ മെട്രോ, മൂന്നും കൂടെ ഇവിടെ അങ്ങ് സംഗമിക്കും. ആ കഥ കൂടി പിണറായി പറഞ്ഞിരുന്നെങ്കിൽ ജോറായിരുന്നേനെ. എല്ലാ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും റഹീമിൻ്റെ സംഘഗാനമുണ്ടെങ്കിലും ഇവിടെ അതില്ലാതെ പോയി. പക്ഷേ പാതിരാത്രിയിലെ സംഘനൃത്തം ജോറായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ഭരണനേട്ടമൊന്നും പറയുന്നില്ല, ഗീർവാണമടിയില്ല, സ്വപ്ന പദ്ധതികളുടെ പ്രഖ്യാപനമില്ല, നവകേരള സദസ്സിൻ്റെ വിജയത്തെപ്പറ്റി മിണ്ടുന്നില്ല, ക്ഷേമ പെൻഷനുകളെപ്പറ്റി പറയുന്നില്ല, സ്വന്തം ചിഹ്നത്തിൻ്റെ പേരും പറയാനില്ല. ഇങ്ങനെ ഗതികെട്ട ഒരു ക്നാപ്റ്റനെ ലോകത്തെവിടെ കിട്ടും? തോറ്റു തുന്നം പാടുന്ന സരിന് AKG സെൻറ്ററിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരൊറ്റ മുറി ക്ലിനിക്ക് ഇട്ട് കൊടുക്കണം. AK ബാലൻ്റെ പൾസും സ്പന്ദനങ്ങളുമെങ്കിലും അളക്കാൻ ഒരു ഫാമിലി ഡോക്ടർ നമുക്കവിടെ അത്യാവശ്യമാണ്.